ഇന്നത്തെ കാലത്ത് നമ്മൾ വീട്ടിൽ തന്നെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്. കാരണം ഇന്ന് ഒത്തിരി കുഞ്ഞു മക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും ഈ പീഡനം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുകയും അവരെ തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് വിചാരിക്കും? അത് സ്നേഹം കൊണ്ടാണെന്ന് അവരെ ഓമനിപ്പിക്കുകയും അവരോട് വിചാരിച്ചിട്ട് ഇവരോടൊപ്പം അതേപോലെ പെരുമാറും. ഇന്ന് 2-2.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പൊ നമ്മൾ അവരോട് കാണിക്കുന്ന ഇമോഷൻസ് എന്താണോ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാൽ അവർ കരയുന്നുണ്ട്, നമ്മൾ അവരെ നോക്കി ചിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ടാറ്റ പറയുമ്പോൾ റിട്ടേൺ ഒരു ടാറ്റ പറയുന്നത്, നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും അവർ 2 വയസ്സ് 2.5 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ ഓമനിപ്പിക്കും പോലെ മടിയിലിരുത്തും, എന്നിട്ട് നമുക്ക് തോന്നും ഇവര് ഓമനിപ്പിക്കായിരിക്കും കുഞ്ഞുങ്ങളെ എന്ന്. ആയിരിക്കില്ല, പീഡനമായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകില്ല, മുതിർന്ന നമുക്കും മനസ്സിലാകില്ല. പീഡിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് പിന്നീട് നമ്മൾ അറിയുന്നത് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി പണ്ട് പറഞ്ഞൊരു കഥയാണ്. അവള് പഠിച്ചിരുന്ന സ്കൂളിന്റെ അടുത്ത് ഒരു പ്രായമായ മനുഷ്യൻ, ഒരു 65-67 വയസ്സുള്ളൊരു മനുഷ്യൻ ഒരു ചെറിയ ഉപ്പുമാങ്ങ, അതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, അമ്പഴങ്ങ ഇതൊക്കെ വിറ്റിരുന്ന ഒരു കട നടത്തിക്കൊണ്ടുപോയി. ചെറിയ കടയാണ്. സ്കൂൾ വിടുമ്പോൾ കുട്ടികളൊക്കെ ഈ കടയിൽ പോയിട്ട് ഇയാളോട് അമ്പഴങ്ങയും ഉപ്പുമാങ്ങയും ഒക്കെ വാങ്ങിച്ചു കഴിക്കും. ഈ ആൾക്ക് ചെറിയ പെൺകുട്ടികളെ കാണുമ്പം ഒരു തരം ഞരമ്പ് രോഗമാണ്. ഇയാള് കൂട്ടം കൂടി ചെല്ലുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെല്ലുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ ഇയാളൊരു ചാര് കസേര ഇട്ടിട്ട് അവിടെ ചാര് കസേരയിൽ ഇങ്ങനെ കിടക്കും, എന്നിട്ട് കണ്ണ് കാണാൻ പാരാത്ത പോലെ അഭിനയിക്കും. എന്നിട്ട് ഇയാളുടെ മുന്നിലെ തുണി ഇയാൾ മാറ്റി വയ്ക്കും, ഇയാൾ ഷട്ടി ഇടത്തുമില്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പെൺകുട്ടികൾ ചെല്ലിത് കാണും, പേടിക്കും, ഇവർ തമ്മിൽ ചിരിക്കും, ഇവരടക്കം പറയും, ഇവർ തിരിച്ചോടിപ്പോവും. എന്നിട്ട് ഇയാള് ഈ ശബ്ദം കേട്ടിട്ട് ആരാന്നുള്ളത് കണ്ണു കാണാത്ത ഒരാൾ ചോദിക്കുമ്പോൾ ചോദിക്കും, എന്താ മക്കളെ ആരാണ്, വാന്ന് വിളിക്കും. എന്നിട്ട് ഇയാൾ തപ്പിത്തടഞ്ഞ് ഈ തുണിയൊക്കെ നേരെയാക്കിയിടും. അപ്പൊ പിള്ളേരെന്ത് വിചാരിക്കും? ഈ പാവപ്പെട്ട മനുഷ്യന് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് അത് മാറിപ്പോയതായിരിക്കും എന്ന് കരുതിയിട്ട് ഇവരിത് വാങ്ങി കഴിച്ചോണ്ട് പോകും. അപ്പൊ ഇതില് ഒരു പെൺകുട്ടി, അവള് കുറച്ച് സ്മാർട്ടാണ്, കുറച്ച് തൻ്റെടിയാണ്. ഇവളൊരിക്കൽ കടയിൽ ചെന്നപ്പം ഈ കിളവൻ ഇവള് വരുന്നത് കണ്ടുകൊണ്ട് മാറി ചാരു കസേരയിൽ കിടന്നിട്ട് ഈ തുണി ഇതുപോലെ മാറ്റി വെച്ച് ഇവളും പതുക്കെ അങ്ങോട്ട് ചെന്നുവെച്ചും ഈ ചാരു കസേരയിലേക്ക് ഒരു ചവിട്ടങ്ങ് കൊടുത്തു. ചാരു കസേരയും ഈ കിളവനും കൂടെ താഴെ കിടന്നു. അപ്പൊ കിളവൻ ചാടി ആരടി എന്നെ ചവിട്ടാൻ, നീ എന്തിനാടി എന്നെ ചവിട്ടി എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അത് ശരി, അപ്പൊ ചവിട്ടിയത് ആണാണോ പെണ്ണാണോ എന്ന് താൻ കണ്ടു, ചവിട്ടിയതൊരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ താൻ എന്നോട് ആരാടി എന്ന് ചോദിച്ചത്. അപ്പൊ താൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലേ ഇത്? ഇനി മേലെ ഈ കസേരയിൽ തുണി മാറ്റി ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ കൊണ്ടുവരുന്നത് മുളക് കലക്കിയതായിരിക്കും, അങ്ങടെ ഒഴിക്കും, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അതോട് ആ ഒരു സംഭവത്തോടു കൂടി ഈ അപ്പാപ്പന്റെ ഞരമ്പ് രോഗം പറ്റേ അങ്ങ് തീർന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടവും നമ്മൾ കൊച്ചുകുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഇതുപോലുള്ള ഞരമ്പ് രോഗികളുടെ പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു പാഠം അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ചില മാതാപിതാക്കൾ, ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ല. കാരണം എന്താണ്? നമുക്ക് വീട്ടിലാരും പറഞ്ഞു തരില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമ്മളോട് ഇതൊക്കെ പറഞ്ഞു തരാൻ ഭയങ്കര നാണക്കേട് പോലാണ്. പിന്നെ സ്കൂളിൽ പോയ അങ്ങനെ ഒരു പഠിത്തവേ അവിടെ ഇല്ല, പഠിപ്പിക്കത്തുമില്ല. പിന്നെ നമ്മളിതൊക്കെ അറിയുന്നത് കൂട്ടുകാരികളിൽ നിന്നാണ്, ഫ്രണ്ട്സിൽ നിന്നാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പ്രായം 10, 12, 15 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ പീഡനങ്ങൾ എന്ന് പറയുന്നത് ഏത് പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒക്കെ ഇന്ന് ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ പീഡനം എന്ന് പറയുന്നത് ഒരു 70% സ്ത്രീകളും നമ്മളെ വളരെ സീരിയസ് ആയ രീതിയിൽ ആരും പീഡിപ്പിക്കുന്നില്ലെങ്കിലും ഒരു ടച്ചിന്റെ രൂപത്തിൽ, ഒരു നോട്ടത്തിന്റെ രൂപത്തിൽ, ഒരു മുട്ടലിന്റെ തട്ടലിന്റെ രൂപത്തിൽ, അങ്ങനെ പല വിധത്തിലും പീഡനങ്ങൾ ഏറ്റുവായി. ഇതിനൊക്കെ പ്രതികരിക്കാനുള്ള ഒരു തൻ്റെയുടെ ഒരു മനസ്സും പെൺകുട്ടികൾ സ്വയം ആർജവിച്ചെടുക്കണം. ഇവരെയൊക്കെ നേരെ നിർത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ ഈ പീഡനം ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു നിയമത്തിനോ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു രോഗമാണ്. അത് അവർക്കുണ്ടാകുന്ന രോഗം അത് അനുഭവിക്കുന്നവർ തന്നെ കൊടുക്കണതിന് മരുന്ന്. അപ്പൊ ഈ ഞരമ്പ് രോഗം എന്ന് പറയണത്
പ്രായം ചെന്നവരിൽ കുറച്ച് കൂടുതലായി വരുന്നുണ്ട് ഇപ്പം. അതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല, പലർക്കും ഉണ്ട്, പലർക്കും ഈ രോഗമുണ്ട്. ഇനി അനുഭവിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ പേടി കൊണ്ട് നാണക്കേട് കൊണ്ടൊന്നും പുറത്ത് പറയണില്ല. പക്ഷെ ഇതിന് നമുക്ക് തടയാനുള്ള ആ ഒരു ശക്തിയും ആ ഒരു തൻ്റെടമൊക്കെ നമുക്ക് വീടുകളിൽ നിന്നും ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പേടിയില്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ പഠിക്കും. നമ്മൾ തന്നെയാണ് അവർക്ക് മരുന്ന്. അപ്പം ഈ ഞരമ്പ് രോഗികളെ നേരെ നിർത്താൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ ഒരു 75% ആൾക്കാരെയും ശരിക്കും നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും ഞാൻ പറഞ്ഞതെന്നും ഒക്കെയുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എനിക്ക് ലൈക്ക് തരണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.